നമ്മളിപ്പോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആനിമേറ്റഡ് മൂവീസ് ഉണ്ട്. സാധാ മൂവിനേക്കാളും സെറ്റപ്പായിട്ട് വരുന്ന മാങ്കയും ആനിമേഷൻ മൂവീസും നമ്മുടെ ആനിമെ അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെയും ജസ്റ്റിസ് ലീഗിന്റെ ഒക്കെ ആനിമേഷൻ, ജാപ്പനീസ് ആനിമേഷൻ, കൊറിയൻ മാൻഹവ ആനിമേഷൻ ഇതൊക്കെയാണ് ഇപ്പോ ഞാൻ നോക്കിയിട്ട് സിനിമേഴ്സിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത് ആനിമേഷൻ സിനിമേഴ്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ കഴിഞ്ഞ 2 ദിവസത്തെ അല്ല കഴിഞ്ഞ 2 ദിവസമൊന്നുമല്ല, ഈ കഴിഞ്ഞ ഒരു മാസം ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള എപ്പിസോഡുകൾ ഇറക്കിയ 2 ആനിമേസ് ആണ് നമ്മുടെ സോളോ ലെവലിംഗും വൺ പീസും. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പീസിനെയും സോളോ ലെവലിനെയും കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കമ്പാരിസൺ പോലെയല്ല. ഞാൻ ശരിക്കും ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻവയും മാങ്കയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പോലെയാ. ശരിക്കും നമ്മളിപ്പോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാ, ഇപ്പൊ നമുക്ക് അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ 2 എണ്ണമാണ് സോളോ ലെവലിംഗും, വൺ പീസും. കാരണം അത് രണ്ടുമാണ് ഇപ്പൊ ഏറ്റവും 2ലെയും ഏറ്റവും രാജാക്കന്മാർ അല്ലെങ്കിൽ ടോപ്പ് ഡോഗ്സ് അവർ രണ്ടുപേരുമാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സ്ഥിതിക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാണെങ്കിൽ മാൻവയ്ക്ക് ഞാൻ നോക്കിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൻവയുടെ സ്റ്റൈൽ എന്ന് പറയുന്ന ഈ മാൻവ മാത്രമല്ല എല്ലാ മാൻവാസിന്റെ ഒരു കോമൺ സ്റ്റൈൽ എന്ന് പറയുന്നത് അവരൊരു ക്യാരക്ടർ ഭയങ്കര അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ നമുക്കെന്താ പറയാ, നമ്മളിങ്ങനെ ഓറ അങ്ങനെ മാൻലി ഇമോഷൻസ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് മാൻവാസ്. അതിപ്പോ നമുക്ക് സോളോ ലെവലിൽ തന്നെ നോക്കിയാൽ കാണാം. അളിയൻ ആ സോളോ ലെവലിന്റെ ആനിമയ്ക്കകത്ത് അവൻ കരയുന്ന എപ്പിസോഡിന് ഇത്രയും ഡിസ്ലൈക്കും ഇത്രയും ആൾക്കാര് അതിന്റെ ഫാൻസ് തന്നെ ഇത്രയും തെറി പറഞ്ഞൊരു എപ്പിസോഡ് വേറൊരു ആനിമേഷനിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജിൻവു കരഞ്ഞൂന്നും പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായിപ്പോയി. അതിന് തന്നെ മനസ്സിലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് മാസ്കുലിനിറ്റി ആണോന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ കരയില്ല ഇങ്ങനെ കട്ട മാൻലി ഭയങ്കര കൂൾ അതിന്റകത്ത് തന്നെ ജിൻവു വല്ലപ്പോഴൊക്കെ ചിരിക്കുള്ളൂ. അതും ചിരിക്കുമ്പോ തന്നെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ എന്നുള്ളൊരു ചിരി മാത്രമേ അളിയനുള്ളൂ. അല്ലാതെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക, കോമഡി പറയുക, ഇമോഷൻസ് ഒക്കെ പൊതുവെ അതല്ല അതിന്റെ ഒരു സ്റ്റൈല്. അല്ലെങ്കിൽ മാസ് തന്നെയാണ് സോളോന്റെ സ്റ്റൈല്. മിക്ക വേറെ നിങ്ങള് എടുത്ത് കഴിഞ്ഞാല് ഒരു മാൻവയ്ക്കകത്ത് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു മെജോറിറ്റിയും ഇങ്ങനത്തെ ഒരു സ്റ്റൈലായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെയും ഒന്നെങ്കിൽ ഭയങ്കര മാൻലി സ്റ്റൈൽ അല്ലെങ്കിൽ ഭയങ്കര കൂള്, റഫ് ഇങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ആ ഒരു സ്റ്റൈൽ ഓഫ് ഇമോഷൻസ് പോർട്രേ ചെയ്യുന്നതാണ് മാൻവാസിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതേ സമയത്ത് നമ്മള് മാങ്ക എടുത്ത് കഴിഞ്ഞാ ഇപ്പൊ വൺ പീസ് തന്നെ എടുത്താ അറിയാം. വൺ പീസിന്റെ അകത്ത് കോമഡി ഉണ്ട്. അതിന്റകത്ത് മാസ് കാണിക്കാൻ സോറോ ഉണ്ട്. എല്ലാവരും മാസ് കാണിക്കും. പക്ഷെ അതുപോലെ തന്നെ അവര് നല്ല കോമഡി കാണിക്കും. അതുപോലെ തന്നെ ഇമോഷൻസ് ശരിക്കും നമ്മളെ കരയിപ്പിക്കുന്ന ഇമോഷൻസ് കാണിക്കും. ഭയങ്കര ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് ഓഫ് ഇമോഷൻസ് മാങ്കേന്ന് ശരിക്കും നമുക്ക് കിട്ടും. മാങ്കേന്നും മാങ്ക ബേസ്ഡ് ആനിമേസിന്ന് നമുക്ക് കിട്ടും. മാൻവേന്ന് എനിക്ക് അങ്ങനെ അത്രയും തോന്നിയിട്ടില്ല. പക്ഷെ മാൻവ ഈ കൂൾ ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ മാസ് ക്യാരക്ടേഴ്സ് മാൻവയാ സെറ്റപ്പ് ആയിട്ട് ചെയ്യുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ മാങ്ക ബേസ്ഡുള്ള ആനിമേസ് എടുത്ത് കഴിഞ്ഞാൽ ഓറോ ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഐസനുണ്ട്, സോറോയുണ്ട്. അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവരെക്കാളും ഒക്കെ ഒരു മാസ് അല്ലെങ്കിൽ ഒരു മാസ് വൈബ് ജിൻ‌വുവിനുണ്ട്. ആ സംഭവം സോളോ ലെവലിംഗ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ സാധനത്തില് മാത്രം മാങ്കേനേക്കാളും ബെറ്ററാണ് നമ്മുടെ സോളോ ലെവലിംഗ് അല്ലെങ്കിൽ മാൻവാസ്. അത് വേറെ മാൻവാസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാ. അതിന്റെ മാസ് പരിപാടിയിൽ അത് ഇച്ചിരി വിഷയാ. കാരണം അവർക്ക് അത് മാത്രമേ അവര് നോക്കത്തുള്ളൂ. പിന്നെ ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള നായകൻ, ഭയങ്കര ജിമ്മും, നല്ല പൊക്കം. അത് നായകന് ഒടുക്കത്തെ പൊക്കവും, ഫിറ്റ്, പെർഫെക്റ്റ് ആ കൊറിയൻ കൾച്ചർ അതിന്റെ ശരിക്കും കാണാനുണ്ട്. പെർഫെക്റ്റ് ക്യാരക്ടർ ആയിരിക്കും. മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആദ്യം പെർഫെക്റ്റ് അല്ലെങ്കിലും പിന്നെ പെർഫെക്റ്റ് ആളാവുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് എല്ലാ മാനുവലും ഒരു കോമൺ തീം എന്ന് പറയുന്നത്. നമ്മളിപ്പോ മാങ്ക എടുത്ത് കഴിഞ്ഞാ അങ്ങനെ മെയിൻ ക്യാരക്ടർ പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മുടെ നറൂട്ടോ എടുത്താലും, വൺ പീസ് എടുത്താലും എല്ലാം ഇതിനകത്ത് വൺ പീസിന്റകത്ത് ചെറിയൊരു ഇരുക്കിലി പോലത്തെ ചെറുക്കനാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. അതിലും വലിയ സൈസുള്ളവന്മാര് സോറോ, മാൻലി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവൻ സൈഡ് ക്യാരക്ടറാണ്. നറൂട്ടോ എടുത്ത് കഴിഞ്ഞാല് നറൂട്ടോനേക്കാളും മാസ് ക്യാരക്ടേഴ്സ് എത്ര എണ്ണമുണ്ട് നറൂട്ടോയ്ക്കകത്ത്. അത് ശരിക്കും നറൂട്ടോന്റെ അകത്തൊക്കെ തരുന്ന ഇമോഷൻസ് ആ തുടക്കത്തിലെ നറൂട്ടോയുടെ അറ്റാച്ച്മെന്റ് ഒക്കെ വരുന്ന പോലെ ആ ഒരു അറ്റാച്ച്മെന്റ് ഒരിക്കലും സോളോ ലെവലിംഗ് അല്ലെങ്കിൽ മാൻവാസ് ഇതുവരെയുള്ള മാൻവാസ് ഞാൻ വായിച്ചേക്കുന്നൊന്നും എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല. ശരിക്കും വൺ പീസിന്റെ അകത്താണെ പോലും ആ ഗോയിങ് മെറിയുടെ സീനൊക്കെ ഉണ്ടല്ലോ. ഗോയിങ് മെറി ഇവരെ രക്ഷിച്ചോണ്ട് പോകുന്ന എനീസ് ലോബിനെ രക്ഷിച്ചോണ്ട് വന്നിട്ട് തിരിച്ചു വരുന്ന സീനൊക്കെ അതൊക്കെ ഭയങ്കര ഇമോഷണൽ സീനാണ്. എനിക്കതൊക്കെ കണ്ടിട്ട് ശരിക്കും കണ്ണ് നിറഞ്ഞു എനിക്ക്. അതുപോലത്തെ ഇമോഷണൽ സീൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോ നമ്മുടെ ഡെത്ത് നോട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ക്യൂരിയോസിറ്റി അതിനകത്ത് നെക്സ്റ്റ് എന്ത് വരും ആ ഒരു അതിന്റെ ഒരു ഡെത്ത് നോട്ട് ഒരു രക്ഷയില്ല. ആ ടൈപ്പ് ഓഫ് ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ വാട്ട് ദ ഫക്ക് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഒന്നും സോളോ ലെവലിംഗിൽ നിന്ന് കിട്ടാ കാരണം സോളോ ലെവലിംഗിൽ നമ്മളെ സ്റ്റോറി ശരിയാ. നല്ല ഇടിയുണ്ട്. പക്ഷെ സ്റ്റോറി തന്നെ അളിയൻ പോകുന്നു, ആൾക്കാരെ ഇടിച്ചിടുന്നു, തോൽപ്പിക്കുന്നു, വലിയ വലിയ എളിമേസിനെ തോൽപ്പിക്കുന്നു, അവസാനം പോയി ഏറ്റവും വലിയവനെ തോൽപ്പിക്കുന്നു. ആ ഒരു
ഒരു സ്റ്റൈലാണ്. എന്നിട്ട് നമുക്ക് കുറേയും കൂടെ പ്രഡിക്റ്റബിളാ. ഒരുത്തനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ അതിലും വലിയൊരുത്തൻ വരും. അവനെ ഇവൻ തോൽപ്പിക്കും എന്നുള്ള രീതിയിലാണ്. വൺ പീസിന്റെ അകത്താണേലും നറൂട്ടോയ്ക്കകത്ത് നറൂട്ടോന്റെകത്ത് അവസാനത്തെ മറ്റേ ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മറ്റേ നമ്മുടെ കാഗുയയുടെ ഷാഡോ ഇറങ്ങി വന്നാണ് മെയിൻ വില്ലനായിട്ട് അവസാനം വരുന്നത്. മാദര ഇടയ്ക്ക് പൊങ്ങി വരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ ട്വിസ്റ്റുകളാ നറൂട്ടോയിൽ വന്നേ. വൺ പീസിനാണെങ്കിൽ ട്വിസ്റ്റ് മാത്രേ ഉള്ളൂ. ചില സമയത്ത് എവിടെന്ന് എന്തൊക്കെ ട്വിസ്റ്റാ വരുന്നേന്ന് ഒരു പിടുത്തമില്ലാത്ത രീതിയിലൊക്കെയാ വൺ പീസിന്റെ അകത്ത് ട്വിസ്റ്റുകൾ വരുന്നത്. ട്വിസ്റ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് നോട്ട് അതിലും ട്വിസ്റ്റാ. ഡെത്ത് നോട്ട് കണ്ടിട്ട് അവസാനം എനിക്ക് തല കറങ്ങി പോയിരുന്നു. എന്റെ പൊന്നോ! അപ്പൊ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. മാൻഹവ മാസ് കൂൾ ക്യാരക്ടേഴ്സ് ചെയ്യാൻ മാൻഹവ സെറ്റപ്പാ. നല്ല അടിപൊളി, നല്ല വൃത്തിയായിട്ട് സെറ്റപ്പായിട്ട് ചെയ്യും. ഞാൻ പറയുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് ജിൻവുവിനേക്കാളും ഒരു ഓറ ക്യാരക്ടറിനെ ശരിക്കും പ്യുവർ ഓറ ഫാമിംഗ് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ മാസ് ക്യാരക്ടേഴ്സ് ഇഷ്ടംപോലെ ആനിമയിലുണ്ട്. മാങ്ക ബേസ്ഡ് ആനിമേസിലുണ്ട്. ജാപ്പനീസ് ആനിമേസിലുണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ജിൻവു ചെയ്യുന്നത് പോലെ അത്രയും ലെവൽ ചെയ്യുന്ന ആൾക്കാര് മാങ്കയില് കുറവാ. പെട്ടെന്ന് എനിക്ക് ആരെയും അങ്ങനെ പെട്ടെന്ന് ഓർമ്മ കാരണം എല്ലാരും ചെയ്യുന്നുണ്ടേലും മാസ് ക്യാരക്ടേഴ്സ് ഇപ്പൊ ഐസൻ ആണേലും, നമ്മുടെ സോറോ ആണേലും, നറൂട്ടോയ്ക്കകത്ത് കക്കാഷി, ഇറ്റാച്ചി ഇവരാണേലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർക്ക് ഇമോഷണൽ സീൻസ് ഉണ്ട്. ഇവര് പല ഇമോഷൻസ് കാണിക്കും. ഇവര് കോമഡി കാണിക്കും. ഇപ്പൊ ഫുൾ ടൈം മാസായിട്ടല്ല. അതിന്റകത്ത് ജിൻവുവിന്റകത്ത് ഇതിന് ഒരു എതിരില്ലാത്ത മാസ് പോലെയാണല്ലോ ജിൻവു നിക്കുന്നെ. അപ്പൊ ആ ഒരു സ്റ്റൈലില് മാത്രം മാൻഹവ സെറ്റപ്പാ. ബാക്കി എല്ലാത്തിലും മാങ്കയാണ് ബെറ്റർ. ജാപ്പനീസ് മാങ്ക തന്നെയാണ് ബെറ്റർ. അതുകൊണ്ട് ഓവറോൾ നോക്കി കഴിഞ്ഞാ മാങ്ക വേ, വേ ബെറ്ററാണ് മാൻഹവയെക്കാളും കറന്റ് സിറ്റുവേഷനിൽ വേ ബെറ്ററാ. ഭാവിയിൽ ചെലപ്പോ മാൻഹവ സെറ്റപ്പായിട്ട് വരായിരിക്കും. പക്ഷെ എന്നാലും അവരുടെ ഒരു കൊറിയൻ കൾച്ചർ നമുക്ക് കെ-പോപ്പ് ആണേലും, കൊറിയൻ ഡ്രാമാസ് ആണെങ്കിലും കണ്ടറിയാം. അവർക്ക് അങ്ങനെ ഒരു പെർഫെക്ഷനിസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് വേറെ ഇമോഷൻസും സംഭവങ്ങളൊന്നും അവരങ്ങനെ അത്ര ചെയ്യാൻ നോക്കാറില്ല. അത് അവരുടെ രീതി അങ്ങനെയായിരിക്കും. അവര് ഇച്ചിരൂടെയും ഭയങ്കര കോൾഡ് ആൻഡ് കാൽക്കുലേറ്റഡ് അല്ലെങ്കിൽ കോൾഡ് ഹാർട്ടഡ് കൂൾ ഒരു മോഡാണ് അവർക്കുള്ളത്. അങ്ങനെ തന്നെയാണ് അവരുടെ മാനുവൽ. അതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്കത് അത്രയും ഇഷ്ടമല്ല. കാരണം ഒട്ടും ഇമോഷൻസ് അവരുടെ ഒരു സംഭവത്തിലും എനിക്കങ്ങനെ കൺവേ ചെയ്യുന്ന പോലെ തോന്നിയില്ല. ആകെ അവര് കാണിക്കുന്ന ഇമോഷൻസ് ഈ ഭയങ്കര കൂൾ ആയിട്ടുള്ള മാൻലി ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഉണ്ടല്ലോ, ജിൻവു ആണ് ആക്ച്വൽ സിഗ്മ. നമ്മുടെ നാട്ടില് ചുഗുമ എന്ന് പറഞ്ഞ് നടക്കുന്ന ചുണ്ണികളും ഗുണ്ണികളും ഒന്നും അല്ല. ഇതാണ് ആക്ച്വൽ സിഗ്മ എന്ന് പറയുന്നത്. അപ്പൊ സിഗ്മ ആവാണെങ്കിൽ ജിൻവുവിനെ പോലെ ആവണം. അത്രയ്ക്കും കഴിവുണ്ടാവണം. നമ്മുടെ സിഗ്മ മെന്റാലിറ്റി ബാക്കപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ബെസ്റ്റ് സിഗ്മ ക്യാരക്ടർ ജിൻവു എന്നേ വരുള്ളൂ. അപ്പൊ സിഗ്മ സ്റ്റൈലില് മാൻഹവ ഏറ്റവും ബെസ്റ്റാ. അല്ലാത്ത എല്ലാത്തിലും മാങ്കയാണ് ബെറ്റർ. അതുകൊണ്ട് തന്നെ ഓവറോൾ നോക്കിയാലും മാങ്ക തന്നെയാണ് ബെറ്റർ. അതിപ്പോ ആരെന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. സോളോ ലെവലിംഗ് ഇപ്പൊ എന്തോ പൊട്ടിമുളച്ച് വന്നത് സോളോ ലെവലിംഗ് ആനിമയൊക്കെ ആണെങ്കിൽ ട്രെൻഡ് ആവണതിന് മുമ്പേ ഞാൻ വായിച്ചത്. ഇതിന് പ്രത്യേകിച്ച് വലിയ കഥയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ തോന്നിയില്ല. പിന്നെ ആനിമേഷൻ ഇവര് ആനിമ ചെയ്തേക്കുന്നത് ശരിക്കും ആനിമ ആ മാൻവയ്ക്ക് ഒരു ഇത് ചെയ്തിട്ടില്ല. ഒരു കറക്റ്റ് മാൻവയുടെ സെറ്റപ്പ് ഒന്നുമല്ല. മാൻവയിൽ ഇതിലും മാസാ ജിൻവു. പറയാതിരിക്കാൻ പറ്റില്ല. മാൻവയിൽ നമ്മുടെ ആനിമയെ കാണിച്ചതിനേക്കാളും വൻ മാസായിട്ടാ ജിൻവുവിനെ കാണിച്ചേക്കുന്നെ. അത് അതുപോലെ ആനിമേഷനിലും കുറച്ചുകൂടെ വരുവാണെങ്കിൽ ഇച്ചിരൂടെ സെറ്റപ്പ് ആയേനെ. പക്ഷെ എന്നാലും സ്റ്റിൽ നറൂട്ടോ ഈസ് ബെറ്റർ. വൺ പീസ് ഈസ് ബെറ്റർ. ഓവറോൾ ഞാൻ കൂൾനെസ്സും മോറയുടെയും കാര്യത്തിലല്ല. ഓവറോൾ നോക്കി കഴിഞ്ഞാൽ വൺ പീസ്, നറൂട്ടോ അങ്ങനെയുള്ള നമ്മുടെ കില്ലാടി അനിമൽ ഡ്രാഗൺ ബോൾസ്, ഡെത്ത് നോട്ട് ഇതൊക്കെയാണ് സോളോ ലെവലിനെക്കാളും ബെറ്റർ. കാരണം അതിന് സ്റ്റോറിയുണ്ട്, പ്രോഗ്രഷനുണ്ട്, മാസമുണ്ട്. ജിൻവുക്ക് അത് സോളോ ലെവലിംഗ് മാസമല്ലാതെ വേറൊരു കിണ്ടിയില്ല. ഞാനിപ്പോ എനിക്ക് വർഷങ്ങളായിട്ട് കാണുന്ന എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. മാൻഹവ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. സോളോ ലെവലിംഗ് ഒരിക്കലും മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നല്ല ആനിമയാണ്. നല്ലൊരു കാണാൻ രസമുള്ള നല്ല മാസ് ആനിമ കാണാൻ രസമുള്ള ഞാൻ പലതവണ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. ഒന്നൂടെ ഉറപ്പിച്ച് പറയാ. മാസ് സെറ്റപ്പില് സോളോ ലെവലിംഗ് വേറെ ലെവൽ തന്നെയാ. പക്ഷെ ഓവറോൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ പീസ് തന്നെയാണ് ബെറ്റർ. നറൂട്ടോയാണ് ബെറ്റർ. ആനിമെ ബെറ്റർ ആനിമേസ് ഇഷ്ടം പോലെയുണ്ട്.